എന്റെ വീട്ടിലെ ഹാളിലെ പുതിയ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുള്ള നല്ല വെള്ള ചുമരാണിത്. ഇതിലാണ് ഞാൻ നല്ല ബോൾ പെന്നൊക്കെ ഉപയോഗിച്ചിട്ട് കുത്തി വരക്കാൻ പോകുന്നത്. ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? പക്ഷെ ഞാനും എന്റെ കുട്ടികളും ചെയ്യും. ഞങ്ങൾ ഇതിൽ വരക്കും എഴുതുകയൊക്കെ ചെയ്യും. ഇത് സിമ്പിൾ ആയിട്ട് മായ്ക്കാനുള്ള ഒരു കിടിലൻ ട്രിക്ക് എന്റെ കയ്യിലുണ്ട്. ഇതുപോലെ ബോൾ പെൻ കൊണ്ട് കുത്തി വരച്ചതും കളർ പേന കൊണ്ട് കുത്തി വരച്ചതും കമ്പ് കൊണ്ട് വരഞ്ഞതും അങ്ങനെയുള്ള ചെളികളും കറകളും അതുപോലുള്ള ഐറ്റംസ് എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് നീക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കുകൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അത് മറ്റുള്ളവർക്കും ഉപകാരമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ചുമരിൽ പല ഭാഗങ്ങളിലായിട്ട് പല രീതിയിലുള്ള ചെളികളും വരകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ചെറിയ കുട്ടികളുള്ള വീടുകളിൽ ഇതൊക്കെ സർവ്വസാധാരണമായിരിക്കും. ഇനി അതൊന്നും കണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതെല്ലാം നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ മായ്ക്കാമെന്ന് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാം, ഇതില് പേന കൊണ്ട് വരഞ്ഞതുണ്ട്, കളർ പേന കൊണ്ട് വരഞ്ഞതുണ്ട്, പെൻസിൽ വരകളുണ്ട്, അതുപോലെ തന്നെ കമ്പൊക്കെ വെച്ചിട്ട് വരഞ്ഞിട്ട് അങ്ങനെയുള്ള പാടുകളുണ്ട്, പിന്നെ ചെളിയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ചുമരുകളിലുള്ളത്. ഇതെല്ലാം കുട്ടികളുടെ വിക്രിയകളാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സിമ്പിളായിട്ട് മായ്ക്കാമെന്ന് നോക്കാം. ഇത്തരത്തിലുള്ള പാടുകളും വരകളും ഒക്കെ നമ്മൾ വല്ല കെമിക്കലൊക്കെ ഉപയോഗിച്ചിട്ട് മായ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ചുമരിൽ കളർ ചേഞ്ച് വരാനും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അടർന്നു പോരാനും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള യാതൊരു ടെൻഷൻ്റെയും ആവശ്യമില്ല. നമ്മുടെ വീടുകളിലൊക്കെ എല്ലാ കുട്ടികളുടെ കയ്യിലും ഉണ്ടാകുന്ന ഇറേസർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പാടുകളും വരകളും എല്ലാം മായ്ക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ കടലാസിലൊക്കെ എഴുതുമ്പോൾ പെൻസിൽ കൊണ്ടുള്ള വരകൾ മാത്രമാണ് ഇറേസർ ഉപയോഗിച്ചിട്ട് മായ്ക്കാൻ കഴിയുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ പേന വരയും ഈ കളറിന്റെ വരയും ഒക്കെ മായ്ക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ പരിഹരിച്ച് കാണിച്ചു തരാം. നമ്മൾ ഈ ഇറേസർ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ 1-2 ട്രിക്കുകൾ കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള വരകളും കുറികളും എല്ലാം നമുക്ക് മായ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ആദ്യം ഇവിടെ കുറച്ച് ചെളിയുണ്ട്, അതാണ് ഞാൻ മായ്ച്ച് കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ മായ്ക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, അത് നമുക്ക് 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ പോലെ ഇറേസ് ചെയ്തപ്പോൾ തന്നെ ഇതെല്ലാം മാഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമുക്ക് ടഫായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ചുമരിൽ വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് മായ്ക്കുന്നതെന്ന് കാണിക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ പേജിൽ മായ്ക്കുന്നത് പോലെ മായ്ക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ചെളികളൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു വരയുണ്ട്, അത് എന്തോ കമ്പ് കൊണ്ടൊക്കെ വരഞ്ഞതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് മായ്ക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ സാധാരണ പോലെ തന്നെ മായ്ച്ചു കഴിഞ്ഞാൽ അതും പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മായ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി പേന വര അതുപോലെയുള്ള കളറുകൾ ഒക്കെ എങ്ങനെയാണ് മായ്ക്കുന്നത് എന്നാണ് നമുക്ക് കാര്യമായിട്ട് അറിയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഒരു വാഷിങ്ങിൻ്റെയും ആവശ്യമില്ലാതെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ കണ്ട കമ്പ് കൊണ്ട് വരഞ്ഞ ഭാഗം നേരത്തെ ചെളി മായ്ച്ചതിനേക്കാൾ കുറച്ച് കൂടുതൽ സമയമെടുത്തെങ്കിലും വളരെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ചുമര് നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു കറുത്ത പാടുണ്ട്, അത് പെൻസിൽ കൊണ്ട് വരഞ്ഞതാണെന്നാണ് തോന്നുന്നത്. അത് നമുക്ക് മായ്ച്ചു നോക്കാം. അത് വളരെ സിമ്പിളായിട്ട് മായുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ വളരെ സിമ്പിളാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് പേന അതുപോലെ തന്നെ കളർ പേന അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഒന്ന് മായ്ച്ചു നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു കളർ പേനയുടെ വരയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് മായ്ച്ചു നോക്കാം. ഇപ്പോൾ ഇത്തരത്തിലുള്ള പേന വരകളും കളർ പേനയുടെ വരകളും ഒക്കെ മായ്ക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പോലെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മളിത് വളരെ ഈസി ആയിട്ട് ചെയ്താൽ മാഞ്ഞു പോകില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നല്ല ബലത്തിൽ തന്നെ പിടിക്കണം. എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കും എല്ലാം മായ്ക്കണം. അതുപോലെ തന്നെ ഈ ചുമരിലൊക്കെ ഗ്രിപ്പുകൾ ഉണ്ടാവും, അതിലൊക്കെ ഈ മഷിയുടെ ഭാഗങ്ങൾ കയറിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ഡയറക്ഷനിൽ തന്നെ മായ്ച്ചിട്ട് കാര്യമില്ല. നമ്മളിത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും എല്ലാം മായ്ക്കണമെങ്കിൽ മാത്രമാണ് എല്ലാ ഗ്രിപ്പിനകത്തുമുള്ള മഷികളെല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ മായ്ച്ചെടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ കളർ പേന കൊണ്ടുള്ള മഷിയും മായ്ച്ചിട്ടുണ്ട്. വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും മാത്രമല്ല കേട്ടോ, എല്ലാ ഡയറക്ഷനിലും ഈ ഗ്രിപ്പിനകത്തുള്ള മഷികൾ പോകുന്ന രീതിയിൽ ചെരിച്ചിട്ടും വളച്ചിട്ടും ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് മായ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ റബ്ബർ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ ട്രിക്ക് കൂടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞത് ഇതാണ്. നമ്മൾ പേന വരെയൊക്കെ മായ്ക്കണമെങ്കിൽ ഇത് പല ഡയറക്ഷനിൽ നമ്മൾ മായ്ക്കണം. അത് നല്ല ബലം പ്രയോഗിച്ചിട്ട് തന്നെ മായ്ച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ട് നമ്മളെ ചുമര് കിട്ടും. ഇതുപോലെ നിങ്ങളുടെ വീടിന്റെ ചുമരിൽ ഒരുപാട് ചെളിയും വരയും ഒക്കെ ഉണ്ടെങ്കിൽ വലിയൊരു ഇറേസർ ഉപയോഗിച്ചിട്ട് തന്നെ മായ്ക്കാൻ ശ്രമിക്കുക. ചെറിയൊരു മുറിയൊക്കെ ആണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ വളരെ പ്രയാസമായിരിക്കും. വലിയൊരു ഇറേസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഉപയോഗിക്കാനും പറ്റും. അതുപോലെ തന്നെ ഇറേസറിന് നല്ല ചിലവ് വരുന്നുണ്ട്. അതായത് ഈ ചുമരിന്റെ ഗ്രിപ്പിലൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് പെട്ടെന്ന് തേഞ്ഞു തീരുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള പാടുകളും ചെളികളും വരകളും എല്ലാം ഈ സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചിട്ട് മായ്ക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നേരത്തെ നമ്മൾ വരച്ചു വെച്ചിട്ടുള്ള പേന കൊണ്ടുള്ള വരകൾ കൂടി മായ്ച്ചതിനു ശേഷം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഞാൻ എൻ്റെ വീട്ടിലുള്ള ആ ഒരു പെയിന്റിങ്ങിൽ മാത്രമാണ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് എല്ലാത്തരം പെയിന്റിലും ഇതേപോലെ തന്നെയാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല. എന്തായാലും ഇത് നമ്മുടെ വീട്ടിൽ നല്ല വർക്കിംഗ് ആണ്. നല്ല ക്ലിയർ ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ചുമര് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടുകൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്